മുസ്ലിം ലീഗ് നേതാവും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ഇസ്മായിൽ മൂത്തേടത്തിനെതിരെ പരാതി നൽകിയ മുസ്ലിം യൂത്ത് ലീഗ് നേതാവ് എനിക്കൊപ്പം ചേരുന്നുണ്ട്. അങ്ങയുടെ പേരെന്താണ്? അങ്ങ് മുസ്ലിം യൂത്ത് ലീഗിന്റെ എന്ത് ഭാരവാഹിത്വമാണ് വഹിക്കുന്നത്? ഞാൻ ഏറനാട് മണ്ഡലം സെക്രട്ടറി ആയിട്ടാണ് സ്ഥാനം വഹിച്ചിട്ടുള്ളത്. ഇവിടുത്തെ വ്യാപാരി വ്യവസായിൻ്റെ വൈസ് പ്രസിഡന്റും കൂടിയാണ്. പേര് മുനീർ എടവണ്ണ. എന്താണ് ഇസ്മായിൽ മൂത്തേടത്തിനെതിരെ അങ്ങ് നൽകിയ പരാതി? എന്താണ് പരാതിക്ക് ആസ്പദമായ സംഭവം? എന്താണ്? എൻ്റെ ജന്മനാട് എന്ന് പറയുന്നത് എടക്കര കാരപ്പുറം ബാലംകുളം എന്ന സ്ഥലത്താണ് എൻ്റെ ജന്മനാട്. അവിടെ ഞാൻ 2 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എടവണ്ണയാണ്. എൻ്റെ ഇത്രയും കാലം ഈ 34 വയസ്സ് വരെ ജീവിച്ചത് ഈ എടവണ്ണയാണ്. 1990 കാലഘട്ടത്തിൽ എൻ്റെ ഉപ്പ ചെമ്മാട് പാറക്കടവ് എന്ന സ്ഥലത്താണ് മരമില്ല് നടത്തുന്നത്. അപ്പോൾ 1990 കാലഘട്ടത്തിലാണ് ഉപ്പ അവിടെ മില്ല് നടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു 93-94 കാലഘട്ടത്തിൽ സെയിൽ ടാക്സ് ഓഫീസർമാർ അവിടെ ഉപ്പാൻ്റെ മില്ലിൽ വന്നു. അപ്പോൾ ഈ മരമില്ലിൽ ഈരാൻ കൊണ്ടുവന്നിട്ട മരങ്ങളുണ്ടാവും, മറ്റുള്ള ആളുകളെ മരമാണ്. അത് സെയിൽ ടാക്സുകാർ അളന്നുങ്ങാണ്ട് അവരതിന് ടാക്സ് ഇട്ട് ചെയ്തു. ഉപ്പ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു 97-98 കാലഘട്ടം ആയപ്പോൾ ഉപ്പാക്കൊരു 2,80,000 റുപ്യേൻ്റെ അടുത്ത് അടക്കണമെന്ന് പറഞ്ഞൊരു നോട്ടീസ് വന്നു. ഉപ്പ അത് കാര്യമാക്കിയില്ല. ഉപ്പാക്ക് അറിയാത്തൊരു സംഭവമായതുകൊണ്ട് 99 കാലഘട്ടത്തിൽ വീണ്ടും നോട്ടീസ് വന്നു. അതും ഉപ്പ അതിലേക്ക് ശ്രദ്ധിച്ചില്ല. പിന്നുണ്ട് 2000 സമയം ആവുന്ന സമയത്ത് ഉപ്പാൻ്റെ 2 ഭാര്യമാരുടെ പേരിലുള്ള വീടുമ്മ 2 നോട്ടീസ് പതിച്ചു. അതും ഉപ്പ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ 2000 കാലഘട്ടത്തിൽ ഉമ്മാനേറ്റവും 2 ഉമ്മമാരേറ്റവും ഉപ്പാക്ക് സാമ്പത്തിക ഇടപാടുണ്ടായതിനാൽ എല്ലാവരുടെ പേരിലേക്കും ഉപ്പ എല്ലാ സ്ഥലങ്ങളും ഭാഗം ചെയ്തു കൊടുത്തു. 2000 അത് ഭാഗം ചെയ്ത് കൊടുത്തിട്ടും 2005 എൻ്റെ ഉപ്പ ഒരു 2.5 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. 2 ഏക്കറും 28 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നത്. അതിൽ ഒരു 90 സെൻറ്റ് സ്ഥലം എൻ്റെ ഉമ്മാക്കും ബാക്കിയുള്ളത് എൻ്റെ മറ്റൊരു ഉമ്മാക്കുമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഭൂമിയാണ് 2005 ലേലത്തിന് വെച്ചു. അന്ന് ആ സമയത്ത് ലേലത്തിന് വെച്ച സമയത്ത് അവിടെയുള്ള നാട്ടുകാരെല്ലാവരും ഉപ്പാനെ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളുകളായതുകൊണ്ട് തന്നെ ആരും ലേലത്തിന് പങ്കെടുത്തിട്ടില്ലായിരുന്നു. എന്നിട്ടും ആ ലേലത്തിന് എങ്ങനെ ലേലം നടന്നു എന്നുള്ളത് കൃത്യമായി അന്ന് ഞാൻ കുറേ വട്ടം എൻ്റെ ജ്യേഷ്ഠൻ്റെ ആളുകളൊക്കെ ചോദ്യം ചെയ്തിരുന്നു, ഫാമിലീസൊക്കെ. പക്ഷേ അതിനൊന്നും ഒരു വ്യക്തമായ ഒരു കാരണങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിൽ തന്നെ ഞങ്ങൾ മലപ്പുറത്ത് പോയി അതിന് എൻ്റെ ഉമ്മ പരാതി കൊടുത്തിരുന്നു. അതിനൊന്നും പ്രത്യേകിച്ചൊരു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ആ ഭൂമിയുടെ എല്ലാ രേഖകളും ഞങ്ങളെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ആ സമയത്ത് ഉണ്ടായിരുന്ന എല്ലാ ഡോക്യുമെൻറ്റും ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ എൻ്റെ ഉമ്മാൻ്റെ ഭൂമിയാണ് ജപ്തി ചെയ്തത്. എനിക്കിപ്പോഴും അത് മനസ്സിലായിട്ടില്ല. ഞാൻ ഏകദേശം ഒരു 20 വർഷമായിട്ട് ഇതിൻ്റെ പിന്നാലെ ഞാനിങ്ങനെ അറിയുന്നുണ്ട്. പക്ഷേ എനിക്ക് അറിവ് വന്ന സമയം ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു ഇതിൽ തന്നെ എനിക്ക് ഈ വി ഹെൽപ്പ് എന്ന് പറഞ്ഞൊരു ഓൺലൈൻ സ്ഥാപനമാണ് ഞാൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ചൊരു വ്യക്തമായ വിവരം അറിഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ ഒരു പരാതിയായിട്ട് അതിൻ്റെ എല്ലാ രേഖാമൂലം ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും അതുപോലെ തന്നെ മെയിലായിട്ടും പെട്ടെന്ന് കിട്ടാൻ ഫാക്സ് ആയിട്ടൊക്കെ ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അതിൻ്റെ പരാതി കൊടുത്തിരുന്നു. അതായത് മൂത്തേടത്ത് നിങ്ങളുടെ പിതാവിൻ്റെ പേരിലുണ്ടായിരുന്ന ഭൂമി ഇസ്മായിൽ മൂത്തേടം തട്ടിയെടുത്തു എന്നുള്ളതാണ് പറയുന്നത്. എത്ര ഏക്കറാണ് ഭൂമി ഉണ്ടായിരുന്നത്? എത്ര രൂപയുടെ ഭൂമിയാണ് ഉണ്ടായത്? ഇത് ഏകദേശം ഒരു 2005 ഇസ്മായിൽ മൂത്തേടം ഇത് ലേലം വിളിച്ചെടുത്തിട്ടുള്ളത്. ഏകദേശം അന്നത്തെ 4.25 ലക്ഷം റുപ്യേൻ്റെ അടുത്താണ് അന്ന് ലേലം വിളിച്ചെടുത്തിട്ടുള്ളത്. ഒരു കൃത്യ എമൗണ്ട് ഇല്ല, ഒരു 4.25 ലക്ഷം റുപ്യേൻ്റെ അടുത്താണ് അന്ന് ലേലം വിളിച്ചിരുന്നത്. എന്നാൽ ഈ ലേലം വിളിച്ച് കഴിഞ്ഞ സമയത്ത് തന്നെ എൻ്റെ ഉപ്പ ഈ ഫുള്ള് പണവും തിരൂർ സെയിൽ ടാക്സ് ഓഫീസിൽ അടച്ചിട്ടുമുണ്ട്. ഇതുവരെ അടച്ച പണവുമില്ല, ഞങ്ങളെ ഭൂമിയും പോയി. ഇതിൻ്റെ പിന്നാലെ ഞങ്ങൾക്ക് ആർക്കും നടക്കാൻ കഴിയാത്തൊരു സമയമായിരുന്നു. ഞങ്ങളെല്ലാവരും മൈനർമാരാണ്. ചെറിയ ഭൂമി എത്ര വരും? ഭൂമി ഏകദേശം 2.25 ഏക്കർ ഭൂമി ഉണ്ടാവും. നിങ്ങൾ സ്വാഭാവികമായിട്ട് മുസ്ലിം ലീഗിൻ്റെ ഒരു പോഷക സംഘടനയുടെ ഭാരവാഹിയാണ്, ഒരു നേതാവ് കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം ഒരു മുസ്ലിം ലീഗിൻ്റെ മറ്റൊരു നേതാവാണ്. ഇത് സംഘടനയിൽ പരാതി അറിയിച്ചിരുന്നോ? എന്താണ് ഉണ്ടായത്? ഞാൻ സംഘടനയിൽ പരാതി ഒന്നും അറിയിച്ചിട്ടില്ല. പക്ഷേ ഞാൻ എൻ്റെ സംഘടനാ സഹപ്രവർത്തകരോടൊക്കെ ആയിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യലുണ്ടായിരുന്നു. എൻ്റെ ഉപ്പാൻ്റെ ഒരു ഭൂമി പോയിട്ടുണ്ട്, എനിക്ക് ആ ഭൂമി കിട്ടണം എന്നുള്ളതിൽ ഞാൻ ഏകദേശം ഒരു 13 വർഷമായിട്ട് ഇതിൻ്റെ പിന്നാലെ ഞാനുണ്ട്. അതിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും എനിക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഉപ്പ അടച്ച അവസാന പണം അടച്ചതിൻ്റെ ആ പേപ്പറും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ആർക്കൊക്കെയാണ് പരാതി കൊടുത്തിട്ടുള്ളത്? ഇപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ളത് മുഖ്യമന്ത്രിക്കാണ് കൊടുത്തിട്ടുള്ളത്. മറ്റു
ഭാഗങ്ങൾക്കൊന്നും ഞാൻ പരാതി കൊടുത്തിട്ടില്ല. വിജിലൻസിന് ഉൾപ്പെടെ പരാതി കൊടുക്കാൻ വിജിലൻസ് എല്ലാവർക്കും മെയിലായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്, പരാതിയായിട്ട് മെയിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിൻ്റെ കൂടെ വിജിലൻസിന് ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾക്കും പരാതി മെയിൽ അയച്ചു. അതിൽ മുഖ്യമന്ത്രിക്ക് കൊടുത്തപ്പോൾ തന്നെ ഇതിന് പ്രത്യേക അന്വേഷണ സമിതി വേണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. എന്താണ് ഇത്ര കാലമായിട്ടും നിങ്ങൾ ഇതിനെതിരെ ഒരു പരാതി കൊടുക്കാതിരുന്നത്? 2005 നടന്നൊരു സംഭവമാണല്ലോ നിങ്ങൾ പറയുന്നത്. 2005 എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയ കുട്ടിയാണ്. നമുക്ക് എന്താണെന്ന് തന്നെ എന്താ ആധാരം, എന്താണ് അടിയാധാരം, എന്താണ് ഭൂമി എന്നതിനെ കുറിച്ച് അറിയാത്തൊരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ ഞാൻ KSFയിലാണ് വർക്ക് ചെയ്യണത്. KSFയിലെ കളക്ഷൻ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ കൃത്യമായ വിവരം ഞാൻ പഠിച്ചത് കൊണ്ടാണ് ഇതിൻ്റെ എല്ലാ രേഖകളും കിട്ടിയിട്ടേ ഇത് ഒരു പരാതി കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തത്. പിതാവിൻ്റെ കൈവശമുണ്ടായിരുന്ന ഭൂമിയാണെന്ന് തെളിയിക്കാൻ പാകത്തിലുള്ള രേഖകൾ ഉൾപ്പെടെ നിങ്ങളുടെ കൈവശപ്പുണ്ടോ? എൻ്റെ പിതാവിൻ്റെ കൈവശം ഭൂമികളൊന്നുമില്ല. എൻ്റെ പിതാവിൻ്റെ ഭൂമി ആണ് എൻ്റെ ഉമ്മാൻ്റെ ഭൂമിയാണത്. എൻ്റെ ഉമ്മാൻ്റെ ഭൂമിയാണ് ഈ സെയിൽ ടാക്സ് ഓഫീസിൻ്റെ ഇതിൽ നിന്നും ലേലം വിളിച്ചിട്ടുള്ളത്. ലേലം വിളിച്ചു പോയത് എൻ്റെ ഉമ്മാൻ്റെ ഭൂമിയാണ്. എൻ്റെ ഉപ്പ ഉണ്ടാക്കിയ ബാധ്യതയായിരുന്നു, ഉപ്പാക്ക് സെയിൽ ടാക്സ് ഓഫീസിൽ വന്ന ബാധ്യതയായിരുന്നു എൻ്റെ ഉമ്മാൻ്റെ പ്രോപ്പർട്ടിയാണ് പോയിട്ടുള്ളത്. എൻ്റെ ഉമ്മാക്കുള്ള ഒരു സാമ്പത്തികമായിട്ടൊരു ഇടപാടിനാണ് എൻ്റെ ഉപ്പ കൊടുത്ത ഭൂമിയാണ്. അതാണ് ഇവർ ലേലം വിളിച്ചെടുത്തിട്ടുള്ളത്. ഉപ്പാൻ്റെ ഭൂമി അവരെടുത്തോട്ടെ, എൻ്റെ ഉപ്പാൻ്റെ പേരിൽ നിലവിലൊരു ഭൂമിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇസ്മായിൽ മൂത്തേടത് അറിഞ്ഞ് ചെയ്തു എന്നുള്ളത് തന്നെയാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? മനഃപൂർവ്വം ഇസ്മായിൽ മൂത്തേടം എന്ന വ്യക്തിയാണ് ഇത് ലേലം വിളിച്ചത്. ഇത് ഇസ്മായിൽ മൂത്തേടത്തിൻ്റെ പേരിലാണോ എന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ഈ ഭൂമി എൻ്റേതാണെന്നുള്ളത് എനിക്കറിയാം. ഈ ഭൂമിയുടെ ലേലം നടന്നത് അനധികൃതമായ ലേലമാണ് നടന്നത്. അതിൽ ഇസ്മായിൽ എന്ന വ്യക്തി ആ ലേലത്തിൽ പങ്കെടുത്തു. അതിൽ അദ്ദേഹത്തിന് ബന്ധമുണ്ടെന്ന് എനിക്ക് 100% ഉറപ്പുള്ള കാര്യമാണ്. ആ ലേലം നടന്നത് വളരെ കൃത്യമായി അന്നത്തെ വില്ലേജ് ഓഫീസറും ഇപ്പോൾ ഉള്ള ഈ ഇസ്മായിലും കൂടി അന്ന് കൂടിയാണ്ട് കൃത്രിമമായി തട്ടിയെടുത്തതാണെന്ന് എനിക്ക് 100% ബോധ്യമുണ്ട്. രേഖകൾ ഉൾപ്പെടെ ഉണ്ട്. അത് തെളിയിക്കുന്ന രേഖകൾ ഞാൻ വിവരാവകാശമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ലേലത്തിന് പങ്കെടുത്ത ആളുകൾ, ആ ലേലത്തിൽ പങ്കെടുത്ത ആളുകൾ ആരൊക്കെ ഒന്ന് കൃത്യമായി അന്വേഷണം നടത്തണമെന്നും അതിനെക്കുറിച്ച് കൃത്യമായി വിജിലൻസ് അന്വേഷിക്കണമെന്നും മുഖ്യമന്ത്രി അന്വേഷിക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ലേലം കൊടുത്ത സമയവും ലേലം നടന്ന സമയങ്ങളും അന്ന് പങ്കെടുത്ത ആളുകളും ഒക്കെ അന്വേഷിക്കണമെന്ന് വ്യക്തമായി ഞാൻ എൻ്റെ പരാതിയിൽ, മുഖ്യമന്ത്രി കൊടുത്ത പരാതിയിലുണ്ട്. അതാണ് പരാതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് അദ്ദേഹം നമ്മളോട് വിശദീകരിച്ചത്. ഈ ഒരു പരാതിയുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് മുനീർ നമ്മളോട് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നജീബിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ മലപ്പുറം.